അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടതാണ് അപ്രോക്സിമേഷൻ ടെക്നിക്സ്. നമുക്ക് ഓൾറെഡി അറിയാം ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് y ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ്, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ബൈ ഡെഫിനിഷൻ ഈ സാധനം എന്തുമായിരുന്നു? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഈ ഇക്വേഷനകത്ത് കുറച്ച് മാനിപ്പുലേഷൻസ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. അത് എന്താണെന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, റൈറ്റ്. എനിക്ക് എഴുതാം ഇതിനകത്തുനിന്ന് ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഞാനത് സൈഡിൽ എഴുതുവാണ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഓർ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. റൈറ്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ കിട്ടിയ റിസൾട്ടിനെ പറ്റി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഈ റിസൾട്ട് എന്താ പറയുന്നത്? സപ്പോസ് നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ്, റൈറ്റ്. നിങ്ങൾക്ക് ആ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾക്ക് അറിയാം. അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ ഈ റിസൾട്ട് എന്താ പറയുന്നത്? എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം, ഡെറിവേറ്റീവിനകത്ത് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ടേം കാൽക്കുലേറ്റ് ചെയ്യാം. എങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ ഡെൽറ്റ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ എക്സ് കഴിഞ്ഞിട്ട് സ്ലൈറ്റ്ലി തൊട്ടിപ്പുറത്തുള്ള പോയിന്റ്, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പറഞ്ഞു തരും. ഓക്കെ, എന്ന് വെച്ചാൽ ഗ്രാഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഐഡിയ എന്താണെന്ന് കുറച്ചും കൂടെ ക്ലിയർ ആവും. അതായത് സപ്പോസ് നിങ്ങളുടെ ഇതിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇതാണ് എഫ് ഓഫ് എക്സ്, ഇതാണ് എക്സ്. സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ, റൈറ്റ്. നമ്മുടെ ഈ റിസൾട്ട് നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്ത ഈ റിസൾട്ട് പറയുന്ന പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് നിങ്ങളിപ്പോൾ ഈ പോയിന്റ് നിൽക്കുവാണ്, ഈ പോയിന്റ് ആണ് എക്സ്, റൈറ്റ്. അവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, അതായത് ഇവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, അതാണ് എഫ് ഓഫ് എക്സ്, റൈറ്റ്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഇപ്പുറത്തുള്ള, അതായത് ഈ എക്സിന്ന് ഒരു ഡെൽറ്റ എക്സ് ഇപ്പുറത്തുള്ള മറ്റൊരു പോയിന്റ്, റൈറ്റ്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഈ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, റൈറ്റ്. നമ്മുടെ ഈ റിസൾട്ട് എന്താ പറയുന്നത്? ഈ റിസൾട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ അറിയാം, ആൻഡ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ആ ഡെറിവേറ്റീവിനകത്ത് എക്സിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഇൻറ്റു നിങ്ങൾ ഈ ഡെൽറ്റ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തുള്ള, അതായത് ഈ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ റിസൾട്ട് ട്രൂ ആവണമെങ്കിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആയിരിക്കണം. അതായത് ഡെൽറ്റ എക്സ് എത്രത്തോളം സീറോയുടെ അടുത്തടുത്താണോ നിൽക്കുന്നത് അത്രത്തോളം നമ്മുടെ ഈ റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, അതായത് സപ്പോസ് നിങ്ങൾക്ക് എഫ് ഓഫ് 3 നിങ്ങൾക്ക് അറിയാം, ഓക്കെ. നിങ്ങൾക്ക് എഫ് ഓഫ് 8 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട്. കാരണം എന്തുവാണ്? എഫ് ഓഫ് 3 നിങ്ങൾക്ക് അറിയാം, എങ്കിൽ എഫ് ഓഫ് 8 ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, 5 അത്യാവശ്യം വലിയ നമ്പറാണ്, റൈറ്റ്. ഈ റിസൾട്ട് എപ്പോഴാണ് ട്രൂ ആവുന്നത്? ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 അടുക്കും തോറും മാത്രമേ ഇത് ട്രൂ ആവത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ഒരിക്കലും എഫ് ഓഫ് 3 അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് എഫ് ഓഫ് 8 കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്. ഇനി സപ്പോസ് നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് 8 കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ ആക്ച്വൽ വാല്യൂവിനോട് വലിയ വ്യത്യാസം ഉണ്ടാവും, റൈറ്റ്. അതേസമയം നിങ്ങൾ ഈ സെയിം റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് 8 അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് പകരം എഫ് ഓഫ് 3.1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.1 ആണ്. അതായത് ഡെൽറ്റ എക്സിന്റെ വാല്യൂ കുറെ കൂടെ 0യുടെ അടുത്ത നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറെ കൂടെ എക്സാക്ട് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. സപ്പോസ് നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് 3.0000001 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് തരുന്ന ആൻസർ ആക്ച്വൽ ആൻസറിനോട് കുറെ കൂടെ ക്ലോസർ ആയിരിക്കും. അതായത് ഡെൽറ്റ എക്സ് എത്രത്തോളം 0യുടെ അടുത്തടുത്തിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ഇക്വേഷൻ ബെറ്റർ അപ്രോക്സിമേഷൻ ആയിരിക്കും, റൈറ്റ്. ഓക്കെ, അതായത് എനിക്ക് ഈ ഇക്വേഷൻ എക്സാക്ട്ലി എഴുതണമെങ്കിൽ ഞാൻ അതിന്റെ കൂടെ ഈ കിടക്കുന്ന കണ്ടീഷൻ കൂടെ ഞാൻ എഴുതേണ്ടി വരും. അതായത് വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതേസമയം ഞാൻ വെറുതെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ, അതായത് എഫ് ഓഫ്
എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇങ്ങനെ എഴുതുവാണെങ്കിൽ എനിക്ക് ഇവിടെ എക്സാക്ട്ലി ഈക്വൽ എന്ന് എഴുതാൻ പറ്റത്തില്ല. അതിന് പകരം ഞാൻ ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് എഴുതേണ്ടി വരും. കാരണം ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 അടുക്കും തോറുമാണ് ഈ റിസൾട്ട് എക്സാക്ട്ലി ഈക്വൽ ആവുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ഡെൽറ്റ എക്സ് വളരെ വളരെ ചെറുതാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ ഒരു ബെറ്റർ അപ്രോക്സിമേഷൻ ആണ്. നമുക്കൊരു എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. സപ്പോസ് എനിക്കിതാ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എനിക്ക് റൂട്ട് 2.0001 ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇരിക്കുന്ന ഇക്വേഷൻ ഇവിടെ വെറുതെ ഒന്ന് ബ്ലൈൻഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ സപ്പോസ് എനിക്ക് റൂട്ട് 2.001 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ബേസിക്കലി എന്റെ ഫംഗ്ഷൻ എന്താ? എന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. ഇതാണ് ബേസിക്കലി എന്റെ ഫംഗ്ഷൻ, റൈറ്റ്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അതായത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റൂട്ട് 2 പ്ലസ് 0.0001. ഓക്കെ, നമ്മുടെ ഈ 2 ആണ് നമ്മുടെ എക്സ്, ഈ 0.001 ആണ് എന്റെ ഡെൽറ്റ എക്സ്. ഇവിടെ നോക്കിയേ, ഡെൽറ്റ എക്സ് വളരെ ക്ലോസർ ആണ് 0യോട്, അതായത് അത് 0.0001 ആണ്. സോ ഞാൻ മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ ആയിരിക്കും. നമുക്ക് വെറുതെ നോക്കാം. ഓക്കെ, എങ്കിൽ നമ്മുടെ മുകളിലത്തെ ഇക്വേഷൻ പറയുന്നത് എന്തുവാണ്? റൂട്ട് 2 പ്ലസ് 0.0001, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് 2.001 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ബിക്കോസ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് ആ ഡെറിവേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റു ഡെൽറ്റ എക്സ്. എന്താണ് ഡെൽറ്റ എക്സ്? 0.001. ഓക്കെ, ഒരു 0 കൂടെ ഉണ്ട്, സോറി, 0.0001. ഓക്കെ, എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് റൂട്ട് 2 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് വെച്ചാൽ 1/2 റൂട്ട് എക്സ്, 1/2 റൂട്ട് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.0001. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം നമ്മുടെ ആൻസർ, അതായത് റൂട്ട് 2.0001 ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് 1/2 റൂട്ട് എക്സ്. ഓക്കെ, എക്സിന് പകരം എനിക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 ടൈംസ് 0.0001. ഓക്കെ, റൈറ്റ്. ഇവിടെ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.0001 ആയതുകൊണ്ട്, അതായത് ഡെൽറ്റ എക്സിനോ അത് 0യുടെ വളരെ അടുത്തൊരു നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈക്വൽ ടു എന്നിട്ടത്. ടെക്നിക്കലി പറയുവാണെങ്കിൽ ഞാൻ അപ്പോൾ ഈക്വൽ ടു ഇടാൻ പാടില്ല. ബിക്കോസ് എത്രത്തോളം 0യോട് ഈക്വൽ ആകുമോ അത്രത്തോളം അത് ഈക്വൽ ആകുമെന്നാണ്. അപ്പൊ ടെക്നിക്കലി ഞാൻ അവിടെ ആക്ച്വലി എന്ത് ചെയ്യാൻ പാടില്ല? ഈക്വൽ ടു നേടാൻ പാടില്ല. എന്നാലും 0.0001 എന്ന് പറഞ്ഞാൽ 0യുടെ വളരെ ക്ലോസർ ആയതുകൊണ്ട് ഞാൻ അവിടെ ഈക്വൽ ടു ഇട്ടേക്കുന്നേ ഉള്ളൂ. സപ്പോസ് ഇവിടുത്തെ 0.001 പകരം അത് 0.5 ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കോൺഫിഡൻസോടെ ആ ഈക്വൽ സൈൻ ഇടാൻ പറ്റത്തില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എത്രത്തോളം ഡെൽറ്റ എക്സ് 0യുടെ അടുത്തടുത്താണോ അത്രത്തോളം ഈ അപ്രോക്സിമേഷൻ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എനിക്ക് ഓൾറെഡി മനസ്സിലായി എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാം. അതായത് ആ ഫംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വാല്യൂ അറിയാമെങ്കിൽ എനിക്ക് തൊട്ടടുത്ത പോയിന്റിന്റെ വാല്യൂ എനിക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം യൂസിങ് ഞാനിപ്പോൾ എഴുതിയ ഇക്വേഷൻ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു. ഓക്കെ, ഞാൻ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിത് ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതുവാണ്. എക്സിന് പകരം ക്യാപിറ്റൽ എക്സ്, ബിക്കോസ് സ്മോൾ എക്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. റൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിലല്ലേ എനിക്ക് ഇവിടെ എക്സാക്ട്ലി ഈക്വൽ എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? ആണ്. എങ്കിൽ സപ്പോസ് എൻ്റെ ഉള്ള ഡെൽറ്റ എക്സ് അത്രത്തോളം ചെറുതല്ല, റൈറ്റ്? ഒരുപാട് ചെറുതാണെങ്കിൽ എനിക്ക് എന്തായാലും ഇത് ഈക്വൽ ടു എന്ന് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഓക്കെ, അത്രത്തോളം ചെറുതല്ല, കുറച്ചുകൂടെ വലുതാണ്, റൈറ്റ്? അതായത് ഞാനിപ്പോൾ ഗ്രാഫിക്കലി പറയുവാണെങ്കിൽ, സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്, ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ, ഇതാണ് നിങ്ങളുടെ എക്സ്, റൈറ്റ്? സപ്പോസ് ഈ ഒരു വിഡ്ത്തിൽ
അതായത് ഈ ഒരു ഡെൽറ്റ എക്സ്, ഈ ഒരു ഡെൽറ്റ എക്സിൽ സപ്പോസ് ഈക്വൽ സൈൻ ഒരു ഗുഡ് അപ്രോക്സിമേഷൻ ആണെന്ന് വെച്ചോ. സപ്പോസ് നിങ്ങൾക്ക് ചോദിക്കാം, സപ്പോസ് എന്റെ ഡെൽറ്റ എക്സ് കുറച്ചും കൂടെ വലുതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ ഈ സൈഡിൽ എന്തെങ്കിലും കറക്ഷൻ ഫാക്ടർ കൂടെ ഞാൻ ആഡ് ചെയ്താൽ ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ അപ്രോക്സിമേറ്റഡ് ഇക്വേഷൻ ആക്കാൻ പറ്റില്ലേ? ആൻസർ പറ്റും. ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യണം. ആ കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ഇതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ആ റിസൾട്ട് മാത്രമേ പറയുന്നുള്ളൂ. ബിക്കോസ് ഈ റിസൾട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മൾ വളരെ നന്നായിട്ട് ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും ഫ്യൂച്ചറിൽ. സോ അതുകൊണ്ട് ഞാൻ ഈ റിസൾട്ട് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. അതായത് നമ്മുടെ ഡെൽറ്റ എക്സ് കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഈ അപ്രോക്സിമേഷനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നമ്മൾ ആഡ് ചെയ്യേണ്ട എക്സ്ട്രാ ടേം ആണ് 1/2 ഫാക്ടോറിയൽ into d by d square x by dx square of f of x into delta x square. Right. ഇതാണ് കുറച്ചും കൂടി ഇതിനെ ബെറ്റർ ആക്കാൻ ഞാൻ ആഡ് ചെയ്യേണ്ട കറക്ഷൻ ടേം. അപ്പൊ ചോദിക്കാം, സപ്പോസ് എന്റെ ഡെൽറ്റ എക്സ് കുറച്ചും കൂടെ വലുതാണ് എങ്കിൽ ഇനിയും എന്തെങ്കിലും കറക്ഷൻ ഫാക്ടർ ഞാൻ ആഡ് ചെയ്ത് ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഡെൽറ്റ എക്സ് ഞാൻ ഇനിയും വലുതാക്കുവാണ്, ഞാൻ എത്ര കറക്ഷൻ ഫാക്ടേഴ്സ് ആഡ് ചെയ്താൽ ഈ ഇക്വേഷനെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എഴുതാൻ പോകുന്നതാണ് അതിന്റെ ഫൈനൽ ഫോർമുല. അതായത് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഫംഗ്ഷന്റെ വാല്യൂ അറിയാം. നമുക്കറിയേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, തൊട്ടപ്പുറത്തുള്ള പോയിന്റ് ആണ്. എങ്കിൽ ഇതാണ് നമ്മുടെ കറക്ഷൻ ഫോർമുല. റൈറ്റ്, നിങ്ങൾക്ക് എഴുതാം ഈക്വൽ ടു എഫ് ഓഫ് എക്സ് plus d by dx of f of x into delta x. നമുക്ക് ഓൾറെഡി അറിയാം, കുറച്ചും കൂടെ ഡെൽറ്റ എക്സിന്റെ വാല്യൂ വലുതാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു ഫാക്ടർ ആഡ് ചെയ്യേണ്ടി വരും. ആ ഫാക്ടർ ആണ് 1/2 ഫാക്ടോറിയൽ d സ്ക്വയർ ബൈ dx സ്ക്വയർ f of x into delta x whole square. കുറച്ചും കൂടെ വലുതാണ് ഡെൽറ്റ എക്സ് എങ്കിൽ നിങ്ങൾ ഇനി അഡീഷണൽ ആഡ് ചെയ്യേണ്ട ഫാക്ടർ ആണ് 1/3 ഫാക്ടോറിയൽ ഡി ക്യൂബ് എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് ക്യൂബ് ഇൻറ്റു ഡെൽറ്റ എക്സ് ക്യൂബ്. കുറച്ചും കൂടെ എക്സിന്റെ വാല്യൂ ഡെൽറ്റ എക്സിന്റെ വാല്യൂ വലുതാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട എക്സ്ട്രാ ടേം ആണ് 1/4 ഫാക്ടോറിയൽ ഡി റൈസ് ടു 4 എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് റൈസ് ടു 4, അതായത് ഫോർത്ത് ഡെറിവേറ്റീവ് into delta x whole raised to 4 etc. I think നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ മനസ്സിലായി. ഓക്കെ, റൈറ്റ്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ അപ്രോക്സിമേഷൻ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഈ ടേംസ് ആഡ് ചെയ്യേണ്ടി വരും. റൈറ്റ്. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ വളരെ ലെങ്തിയാണ്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഈ ഇക്വേഷനകത്ത് ഇനി കുറച്ച് കോസ്മെറ്റിക്സ് ചേഞ്ചസ് വരുത്തുകയാണ്. അതായത് ഈ ഇക്വേഷൻ ഇപ്പൊ കിടക്കുന്ന ഫോമിനുള്ളതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആക്കി നിങ്ങൾക്ക് എഴുതാം, കാണാൻ ഭംഗിയുള്ള രൂപത്തിൽ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനിവിടെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യാണ്. നമ്മൾ എസെൻഷ്യലി ഈ ഇക്വേഷനകത്തുള്ള കണ്ടന്റ് നമ്മൾ മാറ്റുന്നില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് വേരിയബിൾസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ കുറച്ചും കൂടെ കാണാൻ ബെറ്റർ ആവും. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം. അതായത് സപ്പോസ് ഞാൻ ഇതിനകത്തുള്ള എക്സിനെ എക്സ് എന്ന് എവിടെയൊക്കെ ഉണ്ടോ ഞാൻ അവിടെയൊക്കെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഡെൽറ്റ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ശരി. എങ്കിൽ നമ്മുടെ ഈക്വേഷൻ എങ്ങനെയിരിക്കും? ഈ ഇക്വേഷന്റെ ഈ സൈഡ്, അതായത് ഈ സൈഡിൽ എന്ത് സംഭവിക്കും? അത് എഫ് ഓഫ് എക്സിന് പകരം 0, ഡെൽറ്റ എക്സിന് പകരം എക്സ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എഫ് ഓഫ് x equal to f of 0 plus d by dx of f of x at x is equal to 0 into x plus d square f of x by dx square at x is equal to 0 into x square plus d cube f of x by dx cube at x is equal to 0 into x cube etc. ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരിക്കലും ഈ കിടക്കുന്ന എക്സിന് പകരം 0 എന്നിട്ട് കൊടുക്കരുത്. ബിക്കോസ് നമ്മുടെ ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്ന അറ്റ് എക്സിലായിരുന്നു. ഇപ്പൊ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് x is equal to 0 ആണ്. സോ ഞാൻ അറ്റ് x is equal to 0 വേണം ആ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ
എനിക്ക് എക്സിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിന് ഞാൻ എക്സിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സിന് പകരം എക്സ് തന്നെ കൊടുക്കും. സോ അവിടെ ഒരു വ്യത്യാസം വരത്തില്ല. റൈറ്റ്. ഇവിടെ ഞാൻ എക്സിനെ ഗോസ് ടു 0 ആക്കി. സോ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനകത്ത് ഞാൻ എക്സിന് പകരം 0 കൊടുക്കും. അതാണ് ആക്ച്വലി ഈ സംഭവിച്ചത്. ഞാൻ ഈ എൻ്റെ കുറച്ച് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സിമ്പിൾസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇതാണ് എഫ് ഓഫ് എക്സ്. ഇതെനിക്ക് എഴുതാനുള്ള കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ്. സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. ഞാൻ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ സീറോത്ത് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെ എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഞാൻ അതിനെ ഇങ്ങനെ എഴുതും, 1. ഓക്കെ, ഇനി ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഞാൻ 2. 3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ F30. അതായത് ഞാൻ F30 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരിക്കലും F³ എന്നല്ല, ഞാൻ ഇപ്പൊ പറയുന്ന കോണ്ടെക്സ്റ്റിൽ തേർഡ് ഡെറിവേറ്റീവ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക, എനിക്ക് ഈ റിസൾട്ടിനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എഴുതാം. എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു summation sigma n equal to 0 to infinity f raised to n of 0, അതായത് nth ഡെറിവേറ്റീവ് ഇവാലുവേറ്റഡ് അറ്റ് 0 by n factorial into x raised to n. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക ഇതെന്താണെന്ന്. ആദ്യം ഫസ്റ്റ് നമ്മുടെ എന്നിന്റെ വാല്യൂ 0 ആവും. എന്നിന്റെ വാല്യൂ 0 ആവുമ്പോൾ f raised to 0, അതായത് 0 ഡെറിവേറ്റീവ് ഇവാലുവേറ്റഡ് അറ്റ് 0 by 0 ഫാക്ടോറിയൽ. നമുക്കറിയാം 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, റൈറ്റ്. x raised to n. റൈറ്റ്, അതല്ലേ നമ്മുടെ ഫസ്റ്റ് ടേം f of 0. ബിക്കോസ് 0th ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് f of ആ ഫംഗ്ഷൻ തന്നെയാണ്. സോ എഫ് ഓഫ് 0 ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, എക്സ് റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. സോ ഫാക്ടർ ഒന്നുമില്ല. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1 ആവും. n ഈക്വൽ ടു 1 ആവുമ്പോൾ ഇവിടെ എഫ് റൈസ് ടു 1, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇവിടെ നമ്പർ ഒന്നുമില്ല, ഇൻറ്റു എക്സ് റൈസ് ടു 1. ഓക്കെ, സെക്കൻഡ് ടേം n ഈക്വൽ ടു 2 ആവുമ്പോൾ ഇവിടെ 2 വരും, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓ സോറി, ഞാൻ ഇവിടെ ഒരു 2 ഫാക്ടോറിയൽ ഇടാൻ വിട്ടുപോയി. 1 by 2 ഫാക്ടോറിയൽ 1 by 3 ഫാക്ടോറിയൽ. ഓക്കെ, ഞാൻ മുമ്പ് അതിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഇവിടെ അതുണ്ടായിരുന്നു. ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്ത ടേമിൽ 2 ഫാക്ടോറിയൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആൻഡ് എക്സ് റൈസ് ടു 2. അടുത്ത ടേം 1 by 3 ഫാക്ടോറിയൽ, ബിക്കോസ് ഇത് 3 ആവും, തേർഡ് ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 3. റൈറ്റ്. ഓക്കെ, അതായത് മോളിൽ എഴുതിയിരിക്കുന്ന ആ സാധനം തന്നെയാണ് എക്സാക്ട്ലി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ മുന്നോട്ട് പോകും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ആ ഫംഗ്ഷന്റെ വാല്യൂ എനിക്കറിയാമെങ്കിൽ ഞാനിപ്പോൾ ഫൈനലി എഴുതിയിരിക്കുന്ന സിറ്റുവേഷനിൽ 0 എന്ന് പറയുന്ന പോയിന്റിലെ ആ വാല്യൂ, അതായത് എഫ് ഓഫ് 0 എനിക്കറിയാമെങ്കിൽ എനിക്ക് ആ ഫംഗ്ഷൻ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. തൊട്ടടുത്ത പോയിന്റിലെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഈ എൻറ്റയർ സീരീസ് എഴുതുക. റൈറ്റ്. എൻ്റെ ഡെൽറ്റ എക്സ് വളരെ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അതായത് എക്സ് ഇവിടെ 0യോട് വളരെ അടുത്താണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ കൂടുതൽ വലുതാകുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ ഹയർ ടേംസ് ഞാൻ എടുക്കേണ്ടി വരും. എങ്കിലും എനിക്ക് കുറെ കൂടെ ബെറ്റർ അപ്രോക്സിമേഷൻ കിട്ടത്തുള്ളൂ. റൈറ്റ്. ഓക്കെ, നമ്മൾ എഴുതിയിരിക്കുന്ന ഈ എക്സ്പാൻഷനെ വിളിക്കുന്ന പേരാണ് ടൈലർ എക്സ്പാൻഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഈ സീരീസിനെ വിളിക്കുന്ന പേരാണ്. ഇതൊരു സീരീസ് ആണ്, ബിക്കോസ് ഇവിടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസ് ഉണ്ട്. സോ ഇതിനൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ് നമ്മൾ ടെക്നിക്കലി വിളിക്കുന്നത്. ഈ ഇൻഫിനിറ്റ് സീരീസിനെ വിളിക്കുന്ന പേരാണ് ടൈലർ സീരീസ്. ഒക്കെ കുറച്ച് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് is equal to sin x. ഓക്കെ, എനിക്ക് ഈ sin എക്സിന്റെ ടൈലർ എക്സ്പാൻഷൻ എഴുതണം. ഓക്കെ, അതായത് sin എക്സിന്റെ വാല്യൂ അറ്റ് x is equal to 0 എനിക്കറിയാം. അതറിയാമെങ്കിൽ അത് വെച്ച് എനിക്ക് എങ്ങനെ sin എക്സിന്റെ എൻറ്റയർ ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അതായത് ടൈലർ എക്സ്പാൻഷൻ വെച്ചിട്ട് എങ്ങനെ കൂടുതൽ ബെറ്റർ അപ്രോക്സിമേഷൻ ഉണ്ടാക്കാം നോക്കാം. റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ആ ഫംഗ്ഷന്റെ വാല്യൂ വേണം അറ്റ് 0യിൽ,
ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് 0 വേണം, സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് 0 വേണം, തേർഡ് ഡെറിവേറ്റീവ് അറ്റ് 0 വേണം. അതായത് ആ ഫംഗ്ഷന്റെ എല്ലാ ഡെറിവേറ്റീവും അറ്റ് എക്സ് ഈക്വൽ ടു 0 വേണം. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എങ്കിൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0. അടുത്തത് എഫ് 1 എക്സ്, അതായത് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. റൈറ്റ്. എങ്കിൽ എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു കോസ് 0. കോസ് 0 ഈക്വൽ ടു 1. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ, സോ മൈനസ് സൈൻ എക്സ്. എങ്കിൽ എഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് 0 ഈക്വൽ ടു മൈനസ് സൈൻ 0 ഈക്വൽ ടു 0. അടുത്തത് മൂന്നാമത്തെ ഡെറിവേറ്റീവ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? മൈനസ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് 3 ഓഫ് 0 ഈക്വൽ ടു മൈനസ് കോസ് 0 ഈക്വൽ ടു മൈനസ് 1. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ എഫ് 4 എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. എഫ് 5 എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അഗെയിൻ 1 ആയിരിക്കും. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അതായത് 1 0 മൈനസ് 1 അഗെയിൻ 0 1 എക്സെട്ര എക്സെട്ര എക്സെട്ര. റൈറ്റ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ വാല്യൂസ്, അതായത് നോക്കിയാൽ മനസ്സിലാവും. 0 1 0 മൈനസ് 1 0 1. റൈറ്റ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് 0യും ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്തൊരു പർട്ടിക്കുലർ ഒരു 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 പാറ്റേൺ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് എഴുതുമ്പോൾ മനസ്സിലാവും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിതെല്ലാം തിരിച്ച് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്തുവായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് 0 by 1 factorial into x, second derivative at 0 by 2 factorial x square plus third derivative at 0 by 3 factorial x cube plus fourth derivative at 0 by 4 factorial x raised to 4 plus fifth derivative at 0 by 5 factorial x raised to 5, etc. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്തുവായിരുന്നു? 0. അപ്പോൾ 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, 1 ആണ്. സോ 1 ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ, അതായത് എക്സ്. അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 0 ആണ്. സോ സെക്കൻഡ് ഈ ഫാക്ടർ ഇല്ല, ബിക്കോസ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്. അടുത്ത തേർഡ് ഡെറിവേറ്റീവ്. തേർഡ് ഡെറിവേറ്റീവ് മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1/3 ഫാക്ടോറിയൽ എക്സ് ക്യൂബ്. റൈറ്റ്. അടുത്തത് ഫോർത്ത് ഡെറിവേറ്റീവ്. ഫോർത്ത് ഡെറിവേറ്റീവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. സോ ഈ ടേം ഇല്ല. അടുത്ത ഫിഫ്ത് ഡെറിവേറ്റീവ്. ഫിഫ്ത് ഡെറിവേറ്റീവ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 1 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, കിട്ടാൻ പോകുന്ന ആൻസർ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തൊരു പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ, ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി കിട്ടും. അതായത് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അതായത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 0 കളയുക, എക്സ്. അത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ്. അത് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 5. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇനി വരാൻ പോകുന്ന എക്സ് റൈസ് ടു 7. അത് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 9. അതായത് ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സിന്റെ ഓഡ് ടേംസ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ കണ്ടോ സൈൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എക്സെട്ര എക്സെട്ര ഇതിങ്ങനെ മുന്നോട്ട് പോകും. എന്ന് വെച്ചാൽ നിങ്ങൾ സൈൻ എക്സിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു സാധനം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ. അടുത്തത് മൈനസ് എക്സ് റൈസ് ടു 7/7 ഫാക്ടോറിയൽ. അടുത്തത് പ്ലസ് എക്സ് റൈസ് ടു 9/9 ഫാക്ടോറിയൽ എക്സെട്ര.
ഇനി ഈക്വേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അതായത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഇതിനകത്ത് ഡെൽറ്റ എക്സ് ആണ്, റൈറ്റ്? അതായത് നിങ്ങളുടെ ഡെൽറ്റ എക്സ് വളരെ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ ഹയർ ടേംസ് ഒന്നുമില്ല, അതായത് എക്സ്ട്രാ അഡീഷണൽ ടേംസ് ഒന്നുമില്ല, നിങ്ങൾ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. അതായത് നിങ്ങളുടെ സൈൻ എക്സ് അപ്രോക്സിമേറ്റ്ലി എക്സ് ആണ്, അത് നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാം. എക്സിന്റെ വാല്യൂ വളരെ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ സൈൻ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി എക്സ്, റൈറ്റ്? ഓക്കെ. ഇനി എക്സിന്റെ വാല്യൂ കുറെ കൂടെ വലുതാണെങ്കിലോ, അതായത് നമ്മുടെ പഴയ ലാംഗ്വേജിൽ ഡെൽറ്റ എക്സ് കുറച്ചും കൂടെ വലുതാണെങ്കിലോ, എങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യണം. ആ കറക്ഷൻ ഫാക്ടറാണ് x³/3 ഓക്കെ, റൈറ്റ്? ഇനിയും എക്സിന്റെ വാല്യൂ ഇനിയും വലുതാണെങ്കിലോ നിങ്ങൾ എക്സ്ട്രാ അടുത്ത കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യേണ്ടി വരും, x⁵5/5 ഇനിയും വലുതാണെങ്കിലോ നിങ്ങൾ അടുത്ത കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യേണ്ടി വരും. അതായത് കൂടുതൽ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കറക്ഷൻ ഫാക്ടേഴ്സ് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ വാല്യൂസ് നിങ്ങൾക്ക് സൈൻ എക്സിന്റെ വാല്യൂ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസ് എഴുതണം. ഇത് നോക്കുക, ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, റൈറ്റ്? അതായത് ഞാൻ കുറച്ച് ഫംഗ്ഷൻസ് എടുത്തു, എന്നിട്ട് ഞാൻ അതിനെ ടൈലർ എക്സ്പാൻഡ് ചെയ്തു. ഇതിൽ രണ്ടാമത് കിടക്കുന്നത് ഞാൻ ഇപ്പൊ ആക്ച്വലി ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്, അതായത് സൈൻ എക്സിന്റെ ടൈലർ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത്, റൈറ്റ്? ഇതാണ് e⁻x. e⁻xനെ നിങ്ങൾക്ക് ടൈലർ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേം ആയിരിക്കും കിട്ടുന്നത്, റൈറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കെ, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ, ഓക്കെ, അതായത് വളരെ വളരെ ചെറുതെന്ന്, ഓക്കെ, എക്സിന്റെ വാല്യൂ 0 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ e⁻01 ആണ്, റൈറ്റ്? എക്സിന്റെ വാല്യൂ നിങ്ങൾ കുറച്ചും കൂടെ വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷണൽ ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യണം, അതാണ് എക്സ്. കുറച്ചും കൂടെ നിങ്ങൾ വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കറക്ഷൻ ഫാക്ടർ ആണിത്. അങ്ങനെ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾ ആഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കറക്ഷൻ ഫാക്ടേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. അതാണ് ഈ എൻറ്റയർ സീരീസ്. അതുപോലെ തന്നെയാണ് കോസെക്സിന്റെ കാര്യം. കോസെക്സിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോസെക്സിനകത്ത് കണ്ടോ, എല്ലാം ഈവൻ ടേംസ് ആണുള്ളത്. സൈൻ എക്സിനകത്ത് ഓഡ് ടേംസ് ആയിരുന്നു, കോസെക്സിനകത്ത് ഈവൻ ടേംസ് ആണ്. ഇവിടെയും ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ഇങ്ങനെ വേരി ചെയ്ത് വരുന്നുണ്ട്, റൈറ്റ്? ഇനി log x, log 1 + x, അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ജസ്റ്റ് ഒരു എക്സസൈസ്, ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പാൻഷൻ എന്ന് പറഞ്ഞതായിരിക്കും x-x² + x³/3 - x⁴/4 എക്സെട്ര. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, അത് വളരെ ക്രൂഷ്യലാണ്, ഞാൻ അതിനെ പറ്റി പറയാം. ടാൻ ഇൻവേഴ്സിന്റെ കേസിലും അങ്ങനെ തന്നെ, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതിയില്ലല്ലോ, ഇവിടെ മാത്രം എന്തിനാ for mod x <1 എന്ന് എഴുതിയിരിക്കുന്നതെന്ന്? ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഒബ്വിയസ്ലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 1-നേക്കാളും ചെറുതായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതാണ്, ഇതൊക്കെ ബേസിക്കലി ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസ് ഉണ്ട്. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ ഈ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, റൈറ്റ്? ഈ കേസിൽ നിങ്ങൾ മോഡ് എക്സിന്റെ വാല്യൂ >1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഇൻഫിനിറ്റ് സീരീസിന്റെ എല്ലാ ടേംസും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൈറ്റ് ഒരു നമ്പർ കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻഫിനിറ്റി ആയിരിക്കും, റൈറ്റ്? ഓക്കെ, അതായത് ഈ ഒരു എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് log 1 + x ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് മോഡ് എക്സിന്റെ വാല്യൂ <1 ആയിരിക്കുമ്പോൾ മാത്രമാണ്. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമ്മൾ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പം ഡിസ്കസ് ചെയ്യാൻ ഞാനിപ്പോൾ ഇൻട്രസ്റ്റഡ് അല്ല. അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ കേസിൽ ഈ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് എക്സിനെ അപ്രോക്സിമേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 1-നേക്കാളും ചെറുതായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ്? അതേസമയം e⁻xന്റെ കേസിലോ സൈൻ എക്സിന്റെ കേസിലോ കോസ് എക്സിന്റെ കേസിലോ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ആ എക്സിന്റെ വാല്യൂ -∞ to ∞ ഉള്ള ഏത് നമ്പേഴ്സ് നിങ്ങളുടെ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എക്സാക്ട്ലി ആ മോളിൽ കിടക്കുന്ന അവിടെ കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ സാധനം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ സൈൻ എക്സിനകത്ത് നിങ്ങൾക്ക് നമ്പർ കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ സാധനം തന്നെ ആയിരിക്കും. അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷേ ഈ കേസിലുണ്ട്.